ആശയായിട്ട് സാറിന്റെ വീട്ടിലുള്ള ആരുമില്ലല്ലോ. തർക്കങ്ങൾ തീക്കാൻ വന്നവരെ തല്ലി പുറത്താക്കുന്നത് ശരിയാണ് അണ്ണ. വേണ്ട, തള്ളി പുറത്താക്കാം, പിടിച്ച് പുറത്തേക്ക് തള്ളടാ. നിങ്ങൾക്ക് വേണ്ടി സാറാണ് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് സാർ വന്ന വഴി നോക്കി സാർ പൊയ്ക്കോളണം. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേമോളെ? നമുക്കെല്ലാം പറഞ്ഞു ഒതുക്കാം. ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് വേണ്ടി സാറാണ് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് സാർ വന്ന വഴി നോക്കി സാർ പൊയ്ക്കോളണം. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? ഞങ്ങൾ മാന്യമായിട്ടാണ് പറയണത്. എന്നെ തറയാക്കലട മോനെ. നിന്റെ കിണത്തിലിട്ടൊന്ന് വന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. പഞ്ചായത്ത് മെമ്പറെ പൈസ വാങ്ങിക്കുന്നു, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ വാങ്ങിക്കുന്നു. നിങ്ങളാണോ കൊടുക്കുന്നത്? എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. പഞ്ചായത്ത് മെമ്പറെ പൈസ വാങ്ങിക്കുന്നു, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ വാങ്ങിക്കുന്നു. നിങ്ങളാണോ കൊടുക്കുന്നത്? പ്ലീസ്, ഒരു പൊതുപ്രവർത്തന പരസ്യമായി അധിക്ഷേപിക്കരുത്. ആരാണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആരാണ്? നിങ്ങൾ ആരാണ്? ഞാൻ ആരോ ഏട്ടാ? നിങ്ങളാണ് എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നത്. നിങ്ങളാണ് എല്ലാവരും വീട്ടിൽ പൈസ കൊടുക്കുന്നത്. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ നിരവധി അനുയായികളുള്ള എന്നെ പോലൊരു നയതന്ത്രജ്ഞനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ കേരളം ഒട്ടാകെ ഇളകും. ഇളകും തന്റെ വയർ, അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. നാട്ടുകാർക്ക് അറിയാം, അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോരി ഒഴിക്കും. ഈ ആശമാർക്കിടയിൽ കയറി വന്ന് അവരെ കാര്യകാരണങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? ഇതൊരുമാതിരി അതർ സൈഡ് പരിപാടി. ഇപ്പൊ എന്താ മറ്റടുത്ത പരിപാടി? വാഗ്വാദങ്ങളും അവകാശവാദവുമായിട്ടാണ് നേതാവ് എത്തിയത്. എന്തായാലും ആശാപ്രവർത്തകർ അതിനൊക്കെ തൽക്ഷണം തന്നെ മറുപടികൾ നൽകിയിട്ടുണ്ട്. നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. കുറ്റിമുറിച്ച് ഓരോന്നിങ്ങ് വന്നോളും.